പ്രൈം വിറ്റ്നസ് ഫോളോ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് നവവത്സര ആശംസകൾ. ക്രിസ്മസ് ആയി ആഗോളതലത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ മഹാസംഭവം ആരെ ചുറ്റിപ്പറ്റിയാണ്? യേശുക്രിസ്തുവിന്റെ ജനനം, അതായത് സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്ന ആശംസയുമായി പിറവിയെടുത്ത യേശുക്രിസ്തുവിന്റെ ജനനമാണ് ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത്. എന്താണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത? അത് ആഗോളതലത്തിൽ ഇത്ര വലിയ ആഘോഷമാക്കി മാറ്റാൻ? ഒന്നാമത്തെ കാര്യം, ലോകത്തെ 8.3 ബില്യൺ ജനതയിൽ 1.6 ബില്യൺ ജനതയും വിശ്വസിക്കുന്ന മതമാണ് ക്രിസ്തു മതം. അത് മാത്രവുമല്ല യേശുക്രിസ്തുവിന്റെ പ്രത്യേകത. യേശുക്രിസ്തു കാലത്തെ രണ്ടായി വിഭജിച്ചവനാണ്. ആഫ്റ്റർ ആനം ഡൊമിനി ഓർ ആഫ്റ്റർ ക്രൈസ്റ്റ്. അതാണ് AD ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ BC എന്നും AD എന്നും കാലഘട്ടത്തെ രണ്ടായി പകുത്തവനാണ് യേശുക്രിസ്തു. അത് ലോക ചരിത്രകാരന്മാർ കൊടുത്ത ബഹുമാനമാണ്, ആദരവാണ്. കാലത്തെ രണ്ടായിട്ട് വിഭജിച്ചവൻ, രണ്ടായിട്ട് തിരിച്ചവൻ. വിഭജിക്കുകയല്ല, യേശുക്രിസ്തു മനഃപൂർവ്വം വിഭജിക്കുകയല്ല. യേശുക്രിസ്തുവിന്റെ ജനനം ഒരു മഹാത്ഭുതമായതുകൊണ്ട്, ഒരു മഹാജനനമായതുകൊണ്ടാണ് അങ്ങനെ കാലത്തെ AD എന്നും BC എന്നും AD എന്നും തിരിക്കപ്പെട്ടത്. അത് മാത്രവുമല്ല, കൊട്ടാരത്തിൽ പിറക്കാമായിരുന്നു യേശുവിന്, പക്ഷെ പിറന്നതോ ഒരു പുൽക്കൂട്ടിൽ. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയവൻ, കുരുടന് കാഴ്ച കൊടുത്തവൻ, പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ എത്തിയവരോട് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് ഷാഠ്യം പിടിച്ചവൻ, അത് നടപ്പാക്കിയവൻ. അതേ ക്രിസ്തു തന്നെയാണ് പറഞ്ഞത്, നിങ്ങളിൽ അധികമുള്ളത്, നിങ്ങളുടെ കൈവശം അധികമുള്ള സമ്പത്ത് ദരിദ്രർക്ക് കൊടുക്കുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ മൂല സന്ദേശം തന്നെ. അങ്ങനെയുള്ള യേശുക്രിസ്തുവിന്റെ ജനനമാണ്, തിരുപ്പിറവിയാണ് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഇങ്ങനെയൊക്കെ യേശുക്രിസ്തുവിനെ പറ്റി, ക്രിസ്മസിനെ പറ്റി ഒക്കെ പറയുമ്പോഴും നമുക്ക് ഇപ്പോ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഈ ക്രിസ്മസ് ഒരു വലിയ ആഹ്ലാദ കാലമായിട്ട് ആഘോഷിക്കുവാൻ കഴിയുന്നുണ്ടോ? അവരുടെ ഹൃദയത്തിൽ, ഓരോ ക്രിസ്ത്യാനിയുടെയും ഹൃദയത്തിൽ എവിടെയൊക്കെയോ വിങ്ങലുകൾ രൂപപ്പെടുന്നില്ലേ എന്നാണ് ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിങ്ങൽ രൂപാന്തരപ്പെടുന്നത്? ആരാണ് അതിന് കാരണക്കാർ? നമുക്കറിയാം, ഹിന്ദുത്വ അജണ്ടയുമായി മുൻപോട്ട് പോകുന്ന ഇപ്പോഴത്തെ ഭരണകൂടം, ഇന്ത്യയുടെ ഭരണകൂടം, അവര് വളരെ സൈലന്റ് ആയിട്ടാണ് ഹിന്ദുത്വ അജണ്ട ഉയർത്തിപ്പിടിക്കുന്നൊന്നുമില്ല. പക്ഷെ അവർ എടുക്കുന്ന ഓരോ നയപരിപാടികളിലും ഉണ്ട് ആ ഹിന്ദുത്വ അജണ്ടയുടെ അനുരണനങ്ങൾ. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഓരോ ബജറ്റ് വരുമ്പോഴും ആ ബജറ്റിൽ ചേർക്കുന്ന ഓരോ പരിപാടിക്കും ഹിന്ദുത്വ അജണ്ടയുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദി വാക്കുകളാണ് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് വാക്കുകളെ ബഹിഷ്കരിക്കുന്നത് മനസ്സിലാക്കാം. അതുപോലും ഒരു കാരണവശാലും പാടില്ലാത്തതാണ്. കാരണം വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഒരു സമഞ്ജസ സമ്മേളനമായ ഇന്ത്യയില് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഭാഷ എന്ന് വെച്ചാൽ എല്ലാവരും ഇംഗ്ലീഷ് അറിയാവുന്നവരെന്നല്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാവീണ്യമുള്ളവരുണ്ട്. ആ രാജ്യത്താണ് ബജറ്റിന്റെ ഒരു പകുതി ഭാഗവും ഹിന്ദിയിൽ എഴുതി ചേർക്കുന്നത്. അപ്പൊ അവിടെയും അസഹിഷ്ണുത നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ മനസ്സിനെ മാത്രമല്ല മുറിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്, അതിനേക്കാളും ഉപരിയായിട്ട് ഇസ്ലാം മതവിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ഒരുപാട് മുറിവുകളും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് നമുക്കെടുക്കാം, നമ്മളിപ്പോ ക്രിസ്മസിനെ പറ്റി പറയുകയാണെങ്കിൽ പോലും ഇസ്ലാം മതത്തോടുള്ള
സഹിഷ്ണുതയില്ലായ്മ, ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെയൊക്കെ എല്ലാ ഭരണകൂടങ്ങളുടെയും ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന എല്ലാ ഭരണകൂടങ്ങളുടെയും അസഹിഷ്ണുതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് നാം 2002 ഗുജറാത്തിൽ കണ്ടത്. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഗുജറാത്തിലെ മുഖ്യമന്ത്രി 2002. അന്ന് എന്താണ് അവിടെ? നരോദ കൂട്ടക്കൊല. നമുക്കറിയാം അത് വംശഹത്യയായിരുന്നു. അതിന്റെ അനുരണനങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതും നമുക്കറിയാം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പോരും. അതുപോലെ എന്തുമാത്രം സംഭവങ്ങൾ, രാമരാജ്യം വരുത്താൻ വേണ്ടിയിട്ട് രാം ജന്മഭൂമി, രാം ടെമ്പിൾ, ഇതിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനൊന്നും എതിരായിട്ട് അപ്പൊ അങ്ങനെ നരോദ കൂട്ടക്കൊല കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ 2022 നരോദ കൂട്ടക്കൊല നടക്കണേ. അതിനുശേഷം ഒരുപാട് ഇതുപോലെയുള്ള പ്രഹരങ്ങൾ, വളരെ ഗോപ്യമായ രീതിയിലുള്ള പ്രഹരങ്ങളാണ് സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധയോടെ നോക്കുന്നവർക്ക് മാത്രം, അനലൈസ് ചെയ്യുന്നവർക്ക് മാത്രം അത് കണ്ടെത്താൻ കഴിയും. അത്തരത്തിൽ ഗോപ്യമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്ലാമിനെതിരെയും ക്രിസ്ത്യാനിറ്റിക്കെതിരെയും ഇന്ത്യയിൽ ഈ 2002 ശേഷമുള്ള കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് വളരെ ശക്തമായ പ്രഹരമായി മാറി 2023 മണിപ്പൂർ കലാപം. അവിടെ ക്രിസ്ത്യാനികളായ കുക്കികൾ, ആ കുക്കികളെ പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എങ്കിലും യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ധാരാളം ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു. അതിന്റെ പ്രതികാരം എന്നാണോ കുക്കികൾ മെയ്ഥികളെയും മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നത് ശരിയാണ്. അപ്പോ ഒന്നും ആലോചിക്കേണ്ടത്, കാത്തലിക് പള്ളികൾ തന്നെ 166 കാത്തലിക് പള്ളികൾ തന്നെ, കത്തോലിക്ക പള്ളികൾ തന്നെ അവിടെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്. ആകെപ്പാടെ 500-ലധികം ക്രിസ്ത്യൻ പള്ളികൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് നാം അറിയുന്നത്. അതുപോലെയാണ് മറ്റു കൊലപാതകങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള ഹീനമായ കർമ്മങ്ങളൊക്കെ അവിടെ നടന്നു. സ്ത്രീകളെ നഗ്നരാക്കി നടത്തിക്കൊണ്ടു പോകുന്നത് തൊട്ട് എന്താ പറയുക, ബലാത്സംഗം ചെയ്ത് കൊല്ലുക, ഇങ്ങനെയുള്ള എല്ലാം അവിടെ നടന്നിരുന്നു. അതിന്റെ തുടർച്ച അപ്പോഴൊക്കെയുള്ള വലിയ കഥകൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ആ സമയത്ത് അമേരിക്കയിലായിരുന്നു. അദ്ദേഹം അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നത് കൊണ്ട് എന്താണ് ചെയ്തത്? ഈ കാര്യം പൊതുജനം, ഇന്ത്യയിലെ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ഇന്റർനെറ്റ് പോലും, മണിപ്പൂരിലെ ഇന്റർനെറ്റ് പോലും ഡിസ്കണക്ട് ചെയ്തു. അപ്പൊ യാതൊരു തരത്തിലും പുറം ലോകം അറിയാത്ത രീതിയിലാണ് ആ സംഗതികളൊക്കെ അവിടെ നടന്നത്. അത് കഴിഞ്ഞ് ഏപ്രിൽ 2023 ഏപ്രിൽ 28 മെയ് മാസം ആരംഭത്തിൽ സംഭവിച്ച സംഭവങ്ങളിലൊക്കെ പുറത്തറിയുന്നത് നരേന്ദ്രമോദിയുടെ അമേരിക്കൻ പര്യടനവും കഴിഞ്ഞ് തിരിച്ചു വന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഇന്റർനെറ്റ് കണക്ഷൻ പുനഃസ്ഥാപിച്ചത്. അപ്പോ എത്ര ആലോചനയോടുകൂടി കരുതി കൂട്ടിയാണ് ആ കൂട്ടക്കൊലയും പ്രശ്നങ്ങളും ഒക്കെ അവിടെ സൃഷ്ടിച്ചത്. എത്ര കരുതലോടെ അത് ഒളിച്ചു വെച്ചു എന്നൊക്കെയുള്ള ലോകത്തിന് മുൻപിൽ. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നരോദ കൂട്ടക്കൊല കഴിഞ്ഞ സമയത്ത് നരേന്ദ്രമോദി, നമ്മുടെ അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി, അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ ഈ നരോദ കൂട്ടക്കൊല, അമേരിക്കയുടെ ഒരു നിയമമുണ്ട്, ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ട്. ആ ആക്ട് അനുസരിച്ച് നരോദ കൂട്ടക്കൊല ഒരു വംശഹത്യയാണ് എന്ന ഗണത്തിൽ പെടുന്നു. അതുകൊണ്ട് അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിക്ക് അമേരിക്കൻ വിസ അനുവദിക്കുന്നില്ല എന്നൊന്നും കിട്ടിയില്ല, അങ്ങനെ പോകാൻ പറ്റിയില്ല. അത് മണിപ്പൂരിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അന്നേരം അദ്ദേഹം, മണിപ്പൂർ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം അമേരിക്ക വിസിറ്റിന് വേണ്ടി പോകാനിരിക്കുകയായിരുന്നു. 2002 ഗുജറാത്തിൽ വെച്ച് സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കാതിരിക്കാനാണ് ഇന്റർനെറ്റ് പോലും ഡിസ്കണക്ട് ചെയ്ത് ലോകം അറിയാതെ മണിപ്പൂർ കൂട്ടക്കൊലയും സംഗതികളും ഒക്കെ രഹസ്യമായിട്ട് സൂക്ഷിച്ചത്. അപ്പൊ അങ്ങനെ ചെയ്ത ആ ഗവൺമെന്റ്, അതായത് ബീരൻ സിംഗ് ഗവൺമെന്റ്, BJP ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ആ ഗവൺമെന്റാണ് അതിനൊക്കെ മുൻകൈ എടുത്തതും സപ്പോർട്ട് ചെയ്തതും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അന്ന് മുതൽ, മണിപ്പൂരിന് ശേഷം പിന്നെ എന്താണ് ഉണ്ടായത്, ഛത്തീസ്ഗഡിലും ഒഡീഷ പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ, പിന്നെ മറ്റതുപോലുള്ള എല്ലാ വളരെ കുറച്ച് നാളിലേ ആയിട്ടുള്ളൂ
നമ്മുടെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റും ഒക്കെ ഇടപെട്ട് കന്യാസ്ത്രീകളുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളെ അരികുവൽക്കരിക്കുന്നു. അതായത് ക്രിസ്ത്യാനികളോട് അസഹിഷ്ണുത കാണിക്കുന്നു. മുസ്ലിംസിനോടും അത് തന്നെ. മുസ്ലിംസിനോടുള്ള അത്ര അസഹിഷ്ണുത ക്രിസ്ത്യൻസിനോട് ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. ആ തരത്തിൽ അസഹിഷ്ണുത കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ക്രിസ്മസ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് ക്രിസ്ത്യാനികൾ മുറിപ്പെട്ട മനസ്സോടുകൂടിയാണ് ഈ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ആഗോള തലത്തിലുള്ള ആഘോഷ പരിപാടികൾ കാണുമ്പോൾ, അത് മാത്രവുമല്ല, യേശുക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുന്നവർ, അറിയുന്നവർ തീർച്ചയായിട്ടും ഈ ആഘോഷ പരിപാടികളൊക്കെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അതിൽ ഭാഗവാക്കായി പോവും എന്നുള്ളതാണ് സത്യം. അപ്പം അതിന്റെ ഫലമായിട്ടാണ് എന്താണ് ഈ ക്രിസ്ത്യാനികൾക്കും ഇസ്ലാമിനും എതിരായിട്ട് ഇത്രയധികം ആക്രോശം ഈ എന്താണ് പറയുക, ഈ ഹിന്ദുത്വവാദികളിൽ നിന്ന് ഉണ്ടാകാൻ കാരണം? അവരെന്താണ് ചെയ്തത്? ഞാൻ അറിയുന്നിടത്തോളം ഇസ്ലാം ഭരണം ഈ രാജ്യത്ത് നന്മകൾ തന്നെയാണ് കൊണ്ടുവന്നത്. ഉദാഹരണത്തിന് നമുക്ക് അക്ബർ ചക്രവർത്തിയുടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് ദീർഘമായി പോകുന്നുള്ളത് കൊണ്ട്. പക്ഷെ നമുക്കറിയാം അക്ബർ ചക്രവർത്തി എല്ലാ മതവിശ്വാസത്തിലും പെട്ട കന്യകമാരെ വിവാഹം ചെയ്യുമായിരുന്നു. എന്തിനാണത്? മതമൈത്രിക്ക് വേണ്ടിയാണ്. അല്ലാതെ 1,900 ഭാര്യമാരുടെ കൂടെ ശയനം നടത്തണം എന്ന് വിചാരിച്ചിട്ടല്ല അത് അങ്ങനെ ഒരു രാജാവ് വിവാഹം ചെയ്യുന്നത്. അതൊരു സ്ട്രാറ്റജിക് ഡിപ്ലോമസിയുടെ ഭാഗമാണ്. എല്ലാ മതക്കാരെയും ചേർത്ത് നിർത്തുന്നു. അങ്ങനെ മതമൈത്രിയും മതസൗഹാർദ്ദവും വഴിയായിട്ട് വികസനവും നേടിയെടുക്കുക. അതാണ് അങ്ങനെ രാജാക്കന്മാർ ചെയ്യുന്നതിന്റെ പുറകിലുള്ളത്. അപ്പൊ അശോക ചക്രവർത്തി പോലെയുള്ള ചക്രവർത്തിമാരെ, അതായത് മഹാരഥന്മാരായ ചക്രവർത്തിമാരെ നാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അക്ബറും അശോകനും ഒക്കെ ഈ തരത്തിൽപ്പെട്ടവർ ആയിരുന്നു എന്ന്. അപ്പോ അശോക ചക്രവർത്തി മുസ്ലിം ആയിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഏത് മതവിഭാഗത്തിൽപ്പെട്ട ചക്രവർത്തിയാണെങ്കിലും ആ ചക്രവർത്തിമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മതമൈത്രിക്ക് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ചക്രവർത്തിമാരുണ്ടായിരുന്ന ഈ രാജ്യം, അപ്പൊ അവരോടൊന്നും ഒരു വിരോധം തോന്നേണ്ട കാര്യമില്ല. ഈ രാജ്യം നശിക്കണമെന്നല്ല, നന്നാകണമെന്ന് വിചാരിച്ച് തന്നെയാണ് അവരൊക്കെ ഭരിച്ചിരുന്നത്. ഇനി അതൊക്കെ പോട്ടെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആ ഇസ്ലാം മതം പീഡിപ്പിക്കുന്നു എന്ന് വന്നാല്, അതായത് പീഡിപ്പിക്കുന്നു എന്ന പദം നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ പീഡനം തന്നെയാണ് ഇത്. ഇങ്ങനെയൊക്കെ ഇപ്പൊ ക്രിസ്ത്യാനികളോടും ഇസ്ലാമുകളോടും ഒക്കെ മര്യാദക്കിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇല്ലാതെയാക്കും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാർണിംഗ് ആണ് അവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്രിസ്മസിനെ പറ്റിയാണല്ലോ ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുമതം, ക്രിസ്ത്യാനികൾ എന്താണ് ഇന്ത്യയിൽ അവർ ചെയ്യുന്നത്? ഇപ്പം കത്തോലിക്ക സഭയെ പറ്റി എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ അറിയാം. അതായത് കത്തോലിക്ക സഭ എവിടെയൊക്കെ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ, ആശുപത്രികൾ സ്ഥാപിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ ഓരോ പള്ളികളും അവർ സ്ഥാപിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ആരെയെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന്. വിദ്യാഭ്യാസം കൊടുക്കുക, ആരോഗ്യ സംരക്ഷണത്തിലുള്ള അവസരമൊരുക്കുക. അതായത് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോഴും, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും ആരോഗ്യ സംരക്ഷണം വളരെ മോശമായ അവസ്ഥയിലാണ്. അതായത് കോവിഡ് കാലത്ത് ഡെഡ് ബോഡീസ് ഒഴുകി നടന്ന ഗംഗാനദി നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ പോലും ഇല്ല എന്നതാണ്. അതായത് യാതൊരു ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളും ഗവൺമെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ആള് കയറി ചെല്ലാത്തിടത്ത്, കാട്ടുമൃഗങ്ങൾ ഭരിക്കുന്നിടത്താണ് ഈ ക്രിസ്ത്യാനികൾ സ്വന്തം ജീവനും പണയപ്പെടുത്തി പോയിട്ട് സ്കൂള്, അതുപോലെ തന്നെ പിന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആശുപത്രികൾ ഒക്കെ തുടങ്ങി അവിടെ ഒരു പള്ളിയും വെക്കും. അവിടെ ഒരു പള്ളി വെക്കുന്നതിനാണ് ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോകണം, അവരുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അമ്പലങ്ങൾ, ഹിന്ദുക്കൾ അമ്പലങ്ങൾ സ്ഥാപിക്കുന്ന അതേ പർപ്പസ് തന്നെയാണ് ക്രിസ്ത്യാനികൾ പള്ളികൾ സ്ഥാപിക്കുന്നതും. വീഡിയോ കാണുന്നവർ തന്നെ, കേൾക്കുന്നവർ തന്നെ ഓർക്കുക, അവരിൽ നല്ല ഒരു ഭാഗവും പഠിച്ചത് കേരളത്തിലെ ക്രിസ്ത്യൻ സ്കൂളുകളിലായിരിക്കാം. നല്ല ഒരു ഭാഗം അവർ ആ സ്കൂളുകളിൽ എവിടെയെങ്കിലും വെച്ച് മതം പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തില് ഉള്ള ഒരു പഠനം, ക്രിസ്തീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള എന്തെങ്കിലും പഠനമോ അനുഭവമോ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെന്നുള്ളത് ഇതാ സുരേഷ് ഗോപി തന്നെ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സമയത്ത് അങ്ങനെ ഒരു പ്രസ്താവന നടത്തി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോ ഈ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഈ മുസ്ലിംസ് ആയാലും അതെ, എവിടെയൊക്കെ സ്കൂളുകൾ നടത്തുന്നു അവിടെയൊക്കെ ഒരേ ഒരു ലക്ഷ്യമാണ്, ഈ നിരക്ഷര കുക്ഷികളായ ഗ്രാമവാസികളെ അക്ഷര ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക.
യാതൊരുവിധ ആരോഗ്യ സംരക്ഷണവും ലഭ്യമാകാത്ത ഗ്രാമവാസികൾക്ക് കഴിയുന്നത്ര നല്ല ആരോഗ്യ സംരക്ഷണം നൽകുക. അതാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരാകട്ടെ, ക്രിസ്ത്യൻ സഭകളാകട്ടെ ഈ പറയപ്പെട്ട വിദൂര മേഖലകളിലൊക്കെ പോയി സ്കൂളും ആശുപത്രികളും ഒക്കെ തുടങ്ങുന്നതിന്റെ കാരണം. സ്കൂളും ആശുപത്രിയും തുടങ്ങുന്നു എന്ന കാരണം കൊണ്ടാണ് അവിടെ ഒരു പള്ളിയും കൂടി വേണ്ടി വരുന്നത്. കാരണം ഈ ചെന്ന് പ്രവർത്തിക്കുന്നവർക്ക് പിന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ ആ തരത്തിലുള്ള കർമ്മം മാത്രമാണ് ഇവർ ചെയ്യുന്നത്. എന്തിനാണ് ഈ കർമ്മത്തിനെതിരെ ഇവര് ചന്ദ്രഹാസം ഇളക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. വിവരമുണ്ടാവുക, അക്ഷരാഭ്യാസം ഉണ്ടാവുക, പൗരത്വ ബോധമുണ്ടാവുക, ആരോഗ്യമുണ്ടാവുക എന്ന് വെച്ചാൽ ഭരണകൂടങ്ങളെ, അതായത് തങ്ങൾക്ക് അനുകൂലമായി ഒന്നും ചെയ്യാത്ത നിഷ്ക്രിയരായ ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പൗരധർമ്മം, പൗരബോധം ഉണ്ടാകുന്ന പൗരജനങ്ങൾ. അപ്പോ നക്കാപ്പീച്ചയ്ക്ക് പാടത്തും പറമ്പിലും രാപകൽ പണി ചെയ്യാൻ അവരെ കിട്ടുകയില്ല. അവര് മിനിമം കൂലി ചോദിക്കും. അവര് അതുപോലെ പല അവകാശങ്ങളും തങ്ങൾക്കുണ്ട് എന്ന് പറയും. അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ടാകും. അതൊക്കെയാണ് ഇവരെ വിറളി പിടിപ്പിക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് ഈ ക്രിസ്തു മതവും ഈ ഇസ്ലാം മതവും ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ പൗരാണിക ഭാരതം പോലെ, അതായത് തക്ഷശില നമുക്ക് ഹൈലൈറ്റ് ചെയ്യാവുന്ന അങ്ങനെയുള്ള എത്ര പഠന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി ആലോചിക്കണം. അപ്പൊ അത്തരം ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ, അതായത് പഴയതുപോലെ, അതായത് ഇവിടെ ഇങ്ങനെയുള്ളവരാരും വന്ന് വിദ്യ അഭ്യസിപ്പിക്കേണ്ട, പൗരന്മാരെ പൗരബോധമുള്ളവരാക്കണ്ട, അവരെ സവർണ ഹിന്ദുത്വത്തിനെതിരെ അവർണ ഹിന്ദുത്വം തിരിയരുത്. അങ്ങനെ തിരിയാതിരിക്കാനാണ് ഈ സവർണ ഹിന്ദുത്വം വക്താക്കളും അതിന്റെ ഓഹരി പങ്കാളിത്തമുള്ളവരുമായ ആൾക്കാർ ചേർന്ന് ഇങ്ങനെ ഇവിടെ വിദ്യാഭ്യാസവും ഒക്കെ കൊണ്ടുവരുന്ന മതങ്ങളെ അല്ലെങ്കിൽ വ്യവസ്ഥിതികളെ തച്ചുടയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ കേരളത്തിലുള്ളവരുടെ കാര്യം തന്നെ എടുത്താൽ മതി. കേരളത്തില് RSSുമായിട്ട് ചായ്വുള്ള സ്കൂളുകളിലൊക്കെ ഗണഗീതം, ജനഗണമനയ്ക്ക് പകരമൊക്കെ ഗണഗീതം പാടുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അതേ സമയത്ത് ഏതെങ്കിലും ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചവര് അങ്ങനെയുള്ള എന്തെങ്കിലും ക്രിസ്ത്യൻ സോങ് സ്കൂളിലെ ആരംഭത്തിലോ അവസാനത്തിലോ പാടുന്നതായിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഓർമ്മയിൽ നിന്ന് പോലും എടുത്തു പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്ല എന്ന് വളരെ ശക്തമായി എടുത്തു പറയാൻ തയ്യാറുള്ള ഒരുപാട് മഹാരഥന്മാരെ എനിക്ക് കേരളത്തിൽ തന്നെ അറിയാം. അപ്പോൾ എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ടും ആരോഗ്യ സംരക്ഷണം കൊണ്ടും അവർ ഉത്തമ പൗരന്മാര്, ബോധമുള്ളവരായി തീർന്നു. അവരുടെ അടിസ്ഥാന കൂലി അത് കുറച്ച് ഇംപ്രൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടി ജനങ്ങൾ ശ്രമിക്കുന്നു. അതോടെ ഈ സവർണ മേധാവിത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു, അവരുടെ ലാഭം കുറയുന്നു എന്ന ഭയമാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പൊ ഈ അടുത്തിടെ ഈ ഡിസംബർ മാസത്തിൽ, ഡിസംബർ 12-ാം തീയതിയാണ് ആ റിസൾട്ട് പുറത്തു വന്നത്. ഏത് റിസൾട്ട്? അതായത് ഗ്ലോബൽ ഇനീക്വാളിറ്റി ലാബിന്റെ റിസൾട്ട്. ഗ്ലോബൽ ഇനീക്വാളിറ്റി ലാബ്, ആഗോള തലത്തിലുള്ള അസമത്വത്തെ പറ്റി പഠിക്കുന്ന ഒരു ലാബ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ജയതി ഘോഷ് പോലുള്ള പ്രശസ്തരായ സാമ്പത്തിക വിശാരദരും ആകെപ്പാടെ 200 ആഗോള ശ്രേഷ്ഠരായ സാമ്പത്തിക വിശാരദരാണ് ഈ ഗ്ലോബൽ ഇനീക്വാളിറ്റി ലാബിൽ പ്രവർത്തിക്കുന്നത്. അവര് ഡേറ്റ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത്, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് അവര് അസമത്വ പഠനം നടത്തുന്നത്. അതിനകത്ത് നമ്മുടെ തോമസ് പിക്കറ്റിയെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ പഠനം നടത്തിയിട്ട് അവരുടെ റിസൾട്ട്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് റിസൾട്ടാണ് ഈ ഡിസംബർ 12-ന് വന്നതേ ഉള്ളൂ. ആ റിസൾട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയുടെ 1% ധനാഢ്യരുടെ കരങ്ങളിലാണ് 40% സമ്പത്തും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ 40% സമ്പത്തും കൈയാളുന്നത് ആരാണ്? 1% ഇന്ത്യക്കാരാണ്. തീർന്നില്ല. 50% ഇന്ത്യക്കാരുടെ കരങ്ങളിൽ ആകെ 15% സമ്പത്തേ ഉള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഇതിൽ എന്താണ് നമ്മൾ കേൾക്കേണ്ടത്? ഇത്ര സാമ്പത്തിക അസമത്വമുള്ള ഒരു രാജ്യം, ഈ 50%ത്തിന്റെ കയ്യില് 15% ധനം മാത്രം ഉള്ളപ്പോൾ
അവരെങ്ങനെ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും? എങ്ങനെ അവരുടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കും? എങ്ങനെ അവരുടെ വയോജനങ്ങളെ സംരക്ഷിക്കും? ഇങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് ഈ ഇനീക്വാളിറ്റി ലാബിന്റെ റിസൾട്ട് പുറത്തുവിടുന്നത്. അപ്പോ ഇതൊക്കെ കുറഞ്ഞു വരണമെങ്കിൽ ഇതുപോലെയുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ എല്ലാ മുക്കിലും മൂലയിലും വരണം. ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ 2025-26 കേന്ദ്ര ബജറ്റ് നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 146 കോടി 39 ലക്ഷമാണ് ജനങ്ങൾ കഴിഞ്ഞ മെയ് മാസത്തെ കണക്കനുസരിച്ച്. ആ 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഇന്ത്യയില് GDP-യുടെ 0.36% ആണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ആരോഗ്യത്തിന് വേണ്ടി GDP-യുടെ 0.27% മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ അവഗണിക്കുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ. അപ്പൊ ആരാണ് അവഗണിക്കപ്പെടുന്നത്? ഈ 40% സമ്പത്ത് കൈകളിൽ വെച്ചിരിക്കുന്ന 1% പേരുടെ മക്കൾ. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അവർക്ക് ലോകോത്തര നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി പഠിക്കാം, ആരോഗ്യ സംരക്ഷണം നടത്താം, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ വെറും 15% പങ്കെടുത്ത 50% ഇന്ത്യക്കാർ, 146 കോടി 39 ലക്ഷത്തിന്റെ പകുതി ഇന്ത്യക്കാർ, അവരാണ് ഈ പറയപ്പെട്ട നക്കാപ്പീച്ച ചെലവ് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും നടത്തി. അയ്യോ, ഞങ്ങളൊന്ന് എന്താ പറയാ, ടെക്നോളജിക്കൽ ഹബ്ബാകാൻ പോകുന്നു ലോകത്തെ എന്നാണ്, ഞങ്ങൾ അമേരിക്കയെ കടത്തിവെട്ടാൻ പോകുന്നു, ഞങ്ങൾ ചൈനയെ കടത്തിവെട്ടാൻ പോകുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചൈന GDP-യുടെ 6%-ലധികമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അമേരിക്ക GDP-യുടെ 6%-ലധികമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരമോ അവരുടെ ടെക്നോളജിക്കൽ ലെവലോ ഒക്കെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നാമും അതുപോലെ ചെലവഴിച്ചാൽ മാത്രമേ ആ രംഗത്തേക്ക്. അപ്പം ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. ഈ നക്കാപ്പീച്ച ചെലവ് ചെയ്യുന്ന ഗവൺമെന്റ് ആണ് ഇത്തരം മേഖലകളിൽ പോയി വിദ്യാഭ്യാസം നൽകുകയും ആരോഗ്യ സംരക്ഷണം നടത്തുകയും ചെയ്യുന്നവരെ ജയിലിലാക്കുകയും അടിച്ചൊതുക്കുകയും അവർക്കെതിരെ വലിയ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ആരാണ് ഇവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഓർക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് വലിയ സങ്കടങ്ങളുടെ ഒരു ക്രിസ്മസ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇനീക്വാളിറ്റി ലാബ് പിന്നെയും പറയുന്നുണ്ട് ഇവിടെ എന്താണ്, വരുമാനം, സമ്പത്ത്, ലിംഗ അസമത്വം, ഇതൊക്കെ വളരെ വലിയ തോതിൽ ഇന്ത്യയിൽ നടക്കുന്നു. അതായത് വരുമാനത്തിൽ അതായത് പെണ്ണിനും ആണിനും 2 വരുമാനം. അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ 1980 തന്നെ പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു കണക്കുണ്ട്. അതനുസരിച്ച് ലോകത്ത് ചെയ്യപ്പെടുന്ന തൊഴിലിന്റെ 2/3 ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷേ അവൾ 10-1 ഇൻകം വരുമാനം മാത്രമേ അവൾക്കുള്ളൂ. തീർന്നില്ല, 100-1 സമ്പത്തിന്റെ 100-1 സ്ത്രീകൾക്ക് അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള അസമത്വം ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നാണ് ഈ ഇനീക്വാളിറ്റി ലാബിന്റെ പഠനം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസം കൊടുത്ത് ആരോഗ്യ സംരക്ഷണം കൊടുത്ത് ഇവിടുത്തെ പാപങ്ങളെ യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ പാപങ്ങളെ യഥാർത്ഥ പൗരന്മാരാക്കി ശക്തീകരിച്ച് അവരെ എന്താ പറയുക, മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ അവരെ പരിരക്ഷിക്കുക. അത് മാത്രമാണ് ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂജാതനായ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നത് കൊണ്ടാണ് ഇത്ര എളിയ രീതിയിൽ ഇത്ര സ്തുത്യർഹമായ സേവനം ക്രിസ്ത്യാനികൾക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കുന്നത് ഗവൺമെന്റിന് നല്ലതാണ്. അതുപോലെ തന്നെ അവരെ ക്രിട്ടിസൈസ് അവരുടെ കൂടെ നിന്ന്, ഗവൺമെന്റിന്റെ കൂടെ നിന്ന് ഈ പറയപ്പെട്ട അതായത് പലയിടത്തും നമ്മൾ കേട്ടു ഈ കാരൽ സർവീസിന്റെ ഒക്കെ ഇടയ്ക്കേക്ക് വന്ന RSS കയറി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ ഓർക്കണം ഒരു കാരണം. അപ്പൊ ഞാൻ ഒരു കാര്യവും കൂടി പറയാം കേട്ടോ. മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളെയുമായിട്ടാണല്ലോ അരികുവൽക്കരിക്കണം, അടിച്ചമർത്തണം എന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. മഹാഭാരതത്തിലെ ഒരു 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 സംഭാഷണം ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്.
അതായത് അതിൽ ആ സംഭാഷണം എന്താണെന്നറിയാമോ? കൗരവരും പാണ്ഡവരും, കൗരവര് 100 പേരുണ്ട്, പാണ്ഡവർ 5 പേരാണ്. അപ്പൊ ആ സംഭാഷണം പറയുന്നത് പരസ്പര മത്സരത്തിൽ കൗരവർ ഒരു ഭാഗത്ത് 100 പേർ, ഒരു ഭാഗത്ത്, മറുഭാഗത്ത് 5 പേർ. പക്ഷേ മൂന്നാമതൊരു കക്ഷി ഇടയ്ക്ക് വന്നാൽ, അതായത് കൗരവരോടും പഞ്ചപാണ്ഡവന്മാരോടും വിരോധത്തോടുകൂടി മൂന്നാമതൊരു കക്ഷി വന്നാൽ 105 പേര് ഒന്നിച്ചു നിൽക്കുമെന്ന് എന്ന് പറഞ്ഞതുപോലെ ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ ക്രിസ്മസിന്. അതായത് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും സഹോദര മതങ്ങളാണ്. മഹാഭാരതത്തിൽ പറയുന്നത് പോലെ ഈ 2 മതങ്ങളെയും ഒതുക്കണമെന്ന് വിചാരിച്ച് ഒറ്റ ചിന്തയോടുകൂടി മുൻപോട്ട് വരുന്നവർ അതും ഓർക്കണം. ആഗോള തലത്തിൽ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും വളരെ വലിയ വിപുലമായ മത സാഹചര്യങ്ങളാണ്. നമുക്ക് തന്നെ അറിയാം, രാം ടെമ്പിളിന്റെ നിർമ്മാണത്തിന് ശേഷം നമ്മുടെ നരേന്ദ്രമോദിന്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി UAE ചെന്നപ്പോൾ അവിടെയും അങ്ങനെ ഒരു അമ്പലത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി എല്ലാ സഹായവും അവർ ചെയ്തു. അപ്പൊ അങ്ങനെ ഉള്ള, അതായത് അമേരിക്കയിൽ തന്നെ ഗണപതി ക്ഷേത്രങ്ങളും അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഏത് രാജ്യത്തും അവരാരും മർക്കടമുഷ്ടിക്കാരല്ല, മതവിരോധികളല്ല. അതുപോലെ മതവിരോധമില്ലാതെ ഇവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന് വിചാരിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു ഗവൺമെന്റ് ആയിരിക്കണം ഈ ഇന്ത്യയെ, ഈ 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഇന്ത്യയെയും ഭരിക്കുന്നത്. അത് ആ ഗവൺമെന്റിനും നല്ലത്, ഇവിടുത്തെ ജനങ്ങൾക്കും നല്ലത്. അതിനല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തുമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മഹാഭാരതത്തിലെ ആ സംഭാഷണമാണ്. പുറത്തുനിന്ന് മൂന്നാമതൊരു ശക്തി ആക്രമിക്കാൻ വന്നാൽ ഈ പറയപ്പെട്ട 100 പേരും, അതായത് കൗരവരും പാണ്ഡവരും ഒന്നിച്ചു നിൽക്കും എന്നുള്ള വിചാരം എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ അതായത് ഈ ഇന്ത്യ വിട്ടുള്ള ലോകവും ഇവരുടെ കൂടെ നിൽക്കുമെന്നും കൂടി ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ക്രിസ്മസ് കുറിപ്പുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.